ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. അപ്പം മക്കളെ, +2 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. സോ 2021 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. 2021 ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതെങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. സോ അത് തന്നെ ചോദിക്കാം, അതേ മോഡൽ വയ്ക്കാം. സോ ആ ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. സോ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എവിടെ 5 എന്ന് പറയുന്ന ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 3 മാർക്കിനാണ് 2021 ചോദിച്ചത്. മക്കളെ, 5 കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. ഒരു നമ്പർ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഒരു നമ്പർ ലൈൻ സിമ്പിളായിട്ട് ഇങ്ങനെ വരയ്ക്കുക. നമുക്കൊന്ന് നടുക്ക് തന്നെ വരയ്ക്കാം. നമ്പർ ലൈൻ ഇങ്ങനെ വരച്ചിട്ട് എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും സിമ്പിളായിട്ട് കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്പർ ലൈൻ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എവിടെയാണ് ഈ ചേഞ്ച് വരുന്നത്? 5 എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ 5 ഇവിടെ അടയാളപ്പെടുത്തുക. സിമ്പിൾ പരിപാടി, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി 5നേക്കാൾ ചെറിയ എക്സുകൾക്ക് എന്താണ് ഫംഗ്ഷൻ? kx+1. 5നേക്കാൾ വലിയ എക്സുകൾക്ക് എന്താണ് ഫംഗ്ഷൻ? 3x - 5. ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കാൻ അറിയാലോ. എന്താണ് 5നേക്കാളും വലിയ എക്സ്? 5നേക്കാൾ വലുത്, വാ തുറന്നിരിക്കുന്ന ഭാഗം വലുത്. 5നേക്കാൾ വലിയ എക്സുകൾക്ക് 3x - 5. അപ്പോൾ 5നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ ഇപ്പുറത്തല്ലേ, അവിടെ എന്താണ് 3x - 5. ഓക്കെ, ഇനി 5നേക്കാൾ ചെറിയ എക്സുകൾക്ക് എന്താണ്? kx+1. സോ 5നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ ഇപ്പുറത്ത്. ഇത് നമ്മൾ എഴുതി. ഇവിടെ 3 മാർക്ക് വളരെ എളുപ്പം. ഇത് നോക്കിക്കോണേ. ക്വസ്റ്റിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കണ്ടിന്യൂസ് ആണെങ്കിൽ എവിടെ 5 കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ മക്കളെ, കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ച് വേണേൽ എഴുതാം LHL = RHL. എന്താണ് LHL? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. സോ കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിരിക്കും. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എഴുതുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് x ടെൻസ് ടു നമ്മുടെ നമ്പർ ഇതാടാ 5. സോ 5ൻ്റെ ഇടത് സൈഡ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ മുകളിലൊരു മൈനസ് ഇടും. അതാണ് 5 - 5ൻ്റെ ഇടത് സൈഡിലെ ഫംഗ്ഷന് f(x). അതാണ് LHL എന്ന് പറയുന്നത്. അപ്പോൾ RHL എന്ത് എഴുതാം? ലിമിറ്റ് x ടെൻസ് ടു 5ൻ്റെ വലത് സൈഡിലെ ഫംഗ്ഷൻ. കണ്ടല്ലോ, 5+. ഈ മൈനസ് എന്ന് പറയുന്നത് മോളി ഇടുന്നത് -5 എന്നല്ല, 5ൻ്റെ ഇടത് സൈഡ് എന്ന് കാണിക്കാനാണ്. മോളി പ്ലസ് എന്നത് 5ൻ്റെ വലത് സൈഡ് എന്ന് കാണിക്കാനാണ്. ഓക്കെ ആണല്ലോ, അത് സെറ്റായി. സോ അടുത്ത സ്റ്റെപ്പ് എഴുതാം. ലിമിറ്റ് x ടെൻസ് ടു 5 - എടാ 5ൻ്റെ ഇടത് സൈഡിലെ ഫംഗ്ഷൻ ആരാടാ? 5ൻ്റെ ഇടത് സൈഡിലെ ഫംഗ്ഷൻ ആരാന്ന് നമുക്ക് എഴുതാം. ഓക്കെ, മറ്റേതും കൂടെ എഴുതാം. ലിമിറ്റ് x ടെൻസ് ടു 5ൻ്റെ വലത് സൈഡിലെ ഫംഗ്ഷൻ ആരാണോ അവനെ എഴുതുക. ഇടത് സൈഡിലെ ഫംഗ്ഷൻ ആരാണ്? അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു വെച്ചത്. kx+1 ആണ് ഇടത് സൈഡിലെ ഫംഗ്ഷൻ. സോ വലത് സൈഡിലെ ഫംഗ്ഷൻ ആരാണ്? 3x - 5. സോ അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഇനി ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. എക്സ് ഉള്ളിടത്തൊക്കെ ഈ 5 ഇട്ട് കൊടുക്കുക. ഇത് ഇവിടെ ഒരു എക്സ് ഇല്ലേ, അവിടെ 5 ഇട്ട് കൊടുത്തേ. അപ്പോൾ എന്ത് വരും? k × 5 + 1. റൈറ്റ് സൈഡിൽ ഇത് ഇവിടെ ഒരു എക്സ് ഇല്ലേ, അവിടെ ഇട്ട് കൊടുക്കുക. 3 × 5 - 5. 5 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിമിറ്റ് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇതെന്ത് വരും? k × 5 എന്ന് പറയുമ്പോൾ 5k+1. ഇതെത്ര വരുടാ? കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ മനസ്സിൽ ചെയ്യുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. 5 × 3 = 15. ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത ശേഷമേ കുറയ്ക്കാവുള്ളൂ കേട്ടോ. ഇവിടുന്ന് 5 × 5 കുറച്ച് വെച്ചാൽ 0 എന്ന് എഴുതി വെക്കല്ലേ. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 3 × 5 = 15. 15 × 5 കുറച്ചാൽ 10. ഓക്കെ അല്ലേ? 5k+1 ഇത് തമ്മിൽ കൂട്ടിയ 6k എന്ന് എഴുതണവരെ എനിക്കറിയാം. അങ്ങനെ എഴുതരുതേ. 5k+1 കൂട്ടാൻ പറ്റത്തില്ല. സോ ഈ 1 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്ത് വരും? 5k = 10 - 1. സോ 5k എന്ന് പറയുമ്പോൾ 10 നിന്ന് കുറച്ചാൽ 9. സോ ഈ 5 ഇപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യാം? ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുവാണ് 5, അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യാം. സോ നമ്മുടെ കെയുടെ വാല്യൂ കിട്ടും. സോ കെ എത്രയാടാ? k = 9/5. സിമ്പിളായിട്ട് കെയുടെ വാല്യൂ കിട്ടി. 3 മാർക്ക് വളരെ എളുപ്പം നമുക്ക് കൈ കിട്ടി. ഓക്കെ അല്ലേ? ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ സെറ്റായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ്സ് എന്നായിരുന്നു. അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് dy/dx. dy/dx കണ്ടുപിടിക്കുക. ഡെറിവേറ്റീവിനെ പറ്റി കുറച്ചെങ്കിലും ബോധം വേണം മക്കളെ. അത് പഠിച്ചെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ എന്താണ്
ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ dy ബൈ dx കണ്ടുപിടിക്കുക. സോ എ പാർട്ട് ഞാൻ എഴുതുവാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ സിക്കൽ ടു 100. ഇതറിയാൻ മേത്ത കുട്ടികളാണെങ്കിൽ മക്കളെ നമുക്കിതിൻ്റെ ക്ലാസ്സുകൾ ഇനി വരും ദിവസങ്ങളിൽ പബ്ലിക് എക്സാമിന് മുമ്പ് ഇതിൻ്റെ ക്ലാസ്സുകൾ എടുക്കാം. ഡൗട്ടുള്ള സെഷൻ ആണെങ്കിൽ ഇതിൻ്റെ ക്ലാസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് സിമ്പിളായ ടോപ്പിക്കുകളാണ്. ഡെറിവേറ്റീവ് ബേസിക് സംഭവങ്ങളാണ്. +1 പഠിച്ച സെയിം സാധനം തന്നെയാണ് കേട്ടോ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? 2x. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താടാ? എക്സ് വൈയുടെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, വൈയുടെ ഡെറിവേറ്റീവ് വൈ എന്ന് ഇത് വയ്ക്കല്. പ്രോഡക്റ്റ് റൂളാണ്. ഇവിടെ എക്സ് ഇൻറ്റു വൈ ആണ്. എന്താണ് പ്രോഡക്റ്റ് റൂൾ? എക്സ് ഇൻറ്റു എന്താണ് പ്രോഡക്റ്റ് റൂൾ? യു ഇൻറ്റു വി അല്ലേ? യു ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി എന്ന് പറഞ്ഞാൽ വി ഡാഷ് പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു യു ഡാഷ് എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു. അതവിടെ എടുക്കണം. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈനെ നമ്മൾ വിളിക്കുന്നത് dy ബൈ dx പ്ലസ് തിരിച്ച് ഇതിൻ്റെയാണ് എടുക്കുന്നത് എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ dx പ്ലസ് തിരിച്ച് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. സോ വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇനി അടുത്തത് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y എന്ന് മാത്രം എഴുതിയാൽ പോരാ. 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് കൂടെ അവിടെ എടുക്കണം dy ബൈ dx. വൈ ഉള്ളിടത്തൊക്കെ അതിൻ്റെ കൂടെ ഒരു dy ബൈ dx കൂടെ എഴുതാൻ മറക്കരുത്. കാരണം എക്സ് വെച്ചാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഈക്വൽ ടു 100ൻ്റെ ഡെറിവേറ്റീവ് 0. മക്കളെ dy ബൈ dxൻ്റെ ടേം ഏതാ ഉള്ളത്? ഇവിടെ ഇതുമുണ്ട്, ഇതുമുണ്ട്. ഇത് രണ്ടും ഈ സൈഡ് നിർത്തിയിട്ട് ബാക്കിയുള്ളതിൽ അപ്പുറത്ത് കൊണ്ടുപോകാം. സോ എക്സ് dy ബൈ dx ഞാൻ ഇവിടെ നിർത്തുന്നു. പ്ലസ് പിന്നെ 2y dy ബൈ dx ഇവിടെ നിർത്തുന്നു. ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകെ. 2x അപ്പുറത്തേക്ക് പോകുമ്പോൾ -2x. ഇവിടെ y ഇൻറ്റു 1 എത്രയാണ്? y. അപ്പോൾ y അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -y. സോ ഇവിടുന്ന് dy ബൈ dx നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ? സോ dy ബൈ dx കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? dy ബൈ dx. എടാ ഇവിടുന്ന് dy ബൈ dx പുറത്തെടുക്കുമ്പോൾ മിച്ചാറുണ്ട് എക്സ്. ഇവിടുന്ന് dy ബൈ dx പുറത്തെടുക്കുമ്പോൾ മിച്ചാറുണ്ട് 2y. സോ എക്സ് പ്ലസ് 2y മാത്രം അവിടെ കാണും. സിക്കൽ ടു നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ആൾക്കാർ അവർ തന്നെയാണ് -2x -y. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റിലെ ടേം നേരെ അപ്പുറത്തേക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസർ dy ബൈ dx കിട്ടും. സോ dy ബൈ dx ഇക്വൽ ടു -2x -y ബൈ എക്സ് പ്ലസ് 2y. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ അല്ലേ? സെറ്റ്. ഞാൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സോ y ഈസ് ഈക്വൽ ടു ബി പാർട്ട്. y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ dy ബൈ dx കണ്ടുപിടിക്കുക. y ഈസ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. മക്കളെ ഇത് ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy ബൈ dx കിട്ടും. സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് പോകുക എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി സംഭവിക്കും. സോ അത് ഒഴിവാക്കാനായിട്ട് ചെറിയൊരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താടാ ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഡെറിവേറ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കാണും. അത് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ആൻസർ കിട്ടും. എടാ ഇവിടെ എക്സിന് പകരം ഇത് കാണുമ്പം എന്തെങ്കിലും ഒരു തോന്നൽ വരണം. ഇത് കാണുമ്പോൾ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. സോ ഇവിടെ സൈൻ ഇട്ട് കൊടുത്ത് നോക്കി. 2 സൈൻ തീറ്റ ബൈ 1 പ്ലസ് സൈൻ തീറ്റയുടെ സ്ക്വയർ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കോസ് ഇട്ട് നോക്കുമ്പോഴോ 2 കോസ് തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ടാൻ ഇട്ട് കൊടുക്കുമ്പോഴോ 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുട്ട് എക്സിന് പകരം ഞാൻ ടാൻ തീറ്റ ഇട്ട് കൊടുക്കുന്നു. എക്സിന് പകരം ടാൻ തീറ്റ. അപ്പോൾ തീറ്റ എന്ത് കിട്ടും? എക്സിന് പകരം ടാൻ തീറ്റ ഇട്ട് കൊടുത്തു. അപ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ ഈ ടാൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ്. സോ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ്. അത് രണ്ടും നമ്മൾ അവിടെ എഴുതി. ഇനി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. സോ സൈൻ ഇൻവേഴ്സ് മക്കളെ എക്സിന് പകരം ടാൻ തീറ്റ. സോ 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ തീറ്റയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ. ഇതെന്ത് ഇക്വേഷൻ എന്നറിയാവോ? 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. എന്തിൻ്റെ ഇക്വേഷൻ അറിയാവോ? അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തിൻ്റെന്ന് അറിയാവൂടാ? 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. എന്തിൻ്റെയാണ് അത്? സൈൻ 2 തീറ്റയുടെ
വേറൊരു ഇക്വേഷനാണ്. സൈൻ 2 തീറ്റയ്ക്ക് 2 ഇക്വേഷൻ ഉണ്ട്. 2 സൈൻ തീറ്റ കോസ് തീറ്റയും പിന്നെ 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇതേ സാധനം താഴത്ത് മൈനസ് വരുവാണെങ്കിൽ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വരുവാണെങ്കിൽ മക്കളത് വേണേൽ നിങ്ങൾക്ക് എഴുതി തരാം ഞാൻ. അത് വേണേൽ പഠിച്ചോ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. സൈൻ 2 തീറ്റ ഇൻവേഴ്സ് അല്ല, ട്രിഗ്നോമെട്രിയുടെ +1 സംഭവമാണ്. സൈൻ 2 തീറ്റ എന്ന് പറയുമ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റ. പിന്നെ വേറൊന്നും കൂടിയുണ്ട്. സൈൻ 2 തീറ്റയ്ക്ക് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇനി കോസിന് ഇതേപോലെ ഉണ്ട്. കോസ് 2 തീറ്റ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് 2 തീറ്റ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. കോസ് 2 തീറ്റയുടെ അടുത്ത ഇക്വേഷൻ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. കോസ് 2 തീറ്റ അടുത്തത് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇനി ടാൻ്റെത് ടാൻ 2 തീറ്റയ്ക്ക് ഒരു ഇക്വേഷനുള്ളൂ. ഇതേ സെയിം സാധനം തന്നെ താഴത്ത് മൈനസ് വരും. അത്രയേ ഉള്ളേ. 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും. കാരണം ഇത് +1 പഠിച്ച സംഭവം തന്നെ മക്കളെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സാധനം എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഇൻവേഴ്സ് ആണ് മക്കളെ. ഇത്ര ഓർത്താൽ മതി. സൈൻ ഇൻവേഴ്സ് കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഇത് സൈൻ്റെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് സൈൻ 2 തീറ്റ എന്ന് വന്നു. സൈൻ ഇൻവേഴ്സും സൈനും പോയി. സോ y ഈസ് ഈക്വൽ ടു 2 തീറ്റ എന്ന് കിട്ടി. സോ y ഈസ് ഈക്വൽ ടു തീറ്റ എന്താടാ? തീറ്റയിലേത് ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ്. സോ 2 ടാൻ ഇൻവേഴ്സ് എക്സ് കിട്ടിയില്ലേ? y കിട്ടിയില്ലേ? കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മളോട് dy ബൈ dx കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ സിമ്പിളായിട്ട് dy ബൈ dx ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. സോ ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ ഇത്രയും വരെ ചെയ്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. 4-3-7 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു അന്ന് ചോദിച്ചത് 2021. സോ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റൻ ആയിരുന്നു മക്കളെ. ചെയ്ത് പഠിക്കുക. ഇത് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതിൻ്റെ ബേസിക് നോളജ് കുറച്ച് വേണം. ഓക്കെ, അതെന്തായാലും ഇതിൻ്റെ ക്ലാസ് പബ്ലിക് എക്സാമിന് മുമ്പ് നമുക്ക് എന്തായാലും നടത്താം. അപ്പോൾ സെറ്റാക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് അറിയാവുന്ന കുട്ടികൾ ക്വസ്റ്റ്യൻ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം മക്കളെ. നെക്സ്റ്റ് ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കും. സോ കൂടെ കൂടുക മക്കളെ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. എക്സാം വരെ തകർത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ച് സെറ്റാക്കുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക മക്കളെ. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, ബൈ.